ജസ്പ്രീത് ബുംറ മുതൽ ജോഷ് ഹേസൽവുഡ് വരെ വൈഭവ് സൂര്യവംശി ഇക്കുറി അടിച്ചതിർത്തിയിലിട്ടവരൊക്കെ ലോക ക്രിക്കറ്റിലെ ഡോണുകളായിരുന്നു. ഒരു ദാക്ഷിണ്യവുമില്ലാതെ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ അനുഭവസമ്പത്തേറെയുള്ള ബോളർമാരെ തല്ലിപ്പദം വരുത്തുന്ന വൈഭവിനെ ഒരിക്കൽ പ്രഫുൽ ഹിംഗെ സംപൂജ്യനാക്കി മടക്കുന്നുണ്ട്. അതേ ഹിംഗയെ കഴിഞ്ഞ ദിവസം വൈഭവ് നിരായുധനാക്കി. ആദ്യ ഓവറിൽ 4 തവണ പന്ത് നിലം തൊടാതെ അതിർത്തി കടന്നു. അരങ്ങേറ്റത്തിലെ അത്ഭുത പ്രകടനത്തിന് ശേഷം പിന്നെ ഹിംഗെ നന്നായി തല്ലുവാങ്ങി കൂട്ടുന്നുണ്ട്. നിലയുറപ്പിക്കും മുമ്പേ വൈഭവിനെ പിന്നീട് ഒരിക്കൽ വീഴ്ത്തിയത് മുഹ്സിൻ ഖാനാണ്. അത് ഒരു സിംഗിൾ ബോൾ ഡെക്കൊന്നുമായിരുന്നില്ല, ഒരു വിക്കറ്റ് മെയ്ഡ്. പുറത്താകുന്നതിന് മുമ്പ് മുഹ്സിൻ വൈഭവിന് എറിഞ്ഞു കൊടുത്ത 5 പന്തുകളും ഡോട്ട് ബോളുകളായിരുന്നു. ഈ സീസണിൽ ഇതുവരെ 3 വിക്കറ്റ് മെയ്ഡിനുകൾ എറിഞ്ഞു കഴിഞ്ഞു മുഹ്സിൻ. ഇന്നലെ കൊൽക്കത്തക്കെതിരെയും അയാൾ അത് ആവർത്തിച്ചു. ഇക്കുറി പോക്കറ്റിലാക്കിയത് 5 വിക്കറ്റുകളാണ്. വീഴ്ത്തിയവരൊന്നും ചില്ലറക്കാരല്ല. അജിൻക്യ രഹാനെ, ടിം സീഫേർഡ്, കാമറൂൺ ഗ്രീൻ, റോമാൻ പവൽ, പിന്നെ അനുകുൽ റോയ്. 4 ഓവറിൽ ഒരു മെയ്ഡിനടക്കം ആകെ വിട്ടു നൽകിയത് 23 റൺസാണ്. എക്കോണമി 5.75. ഈ സീസണിൽ ഇതുവരെ LSG 8 മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ അതിൽ 4 എണ്ണത്തിൽ മാത്രമാണ് മുഹ്സിൻ കളിച്ചത്. ഇതിനോടകം 9 വിക്കറ്റുകൾ സ്വന്തമാക്കി കഴിഞ്ഞു താരം. അതും 6.38 എന്ന മികച്ച എക്കോണമിയിൽ. 11.3 ആവറേജ്. പ്രിയാൻചാരിയും വൈഭവ് സൂര്യവംശിയും അടക്കം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് ബാറ്റർമാർ പലരും അവകാശവാദം ഉന്നയിക്കുന്ന സമയമാണിത്. അതേസമയം തന്നെ സാക്കിബും മുഹ്സിൻ ഖാനും അടക്കം പല ബോളർമാരുടെ പേരുകളും ഇപ്പോൾ സെലക്ടർമാരുടെ റഡാറിൽ പതിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ മത്സരത്തിന് ശേഷം സഞ്ജയ് ബംഗാർ ഇക്കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ബാറ്റർമാരുണ്ട്, അതേസമയം നമുക്ക് എത്ര ലെഫ്റ്റ് ആം വെറൈറ്റീസ് ഉണ്ട് എന്നാലോചിച്ചിട്ടുണ്ടോ? സമീപകാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ലെഫ്റ്റ് ആം സീമർമാരിൽ ഒരാളാണ് മുഹ്സിൻ. എക്സ്ട്രാ ബൗൺസുകൾ കൊണ്ട് അയാൾ പലപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച എക്കോണമി, ഒപ്പം വിക്കറ്റുകളും. ഇന്ത്യൻ സെലക്ടർമാർ അയാളെ ശ്രദ്ധാപൂർവ്വം വാച്ച് ചെയ്യുന്നുണ്ടാകും. തീർച്ച, ബംഗാർ പറഞ്ഞു വെച്ചു. ഹി ഹിറ്റ്സ് എ ഗ്രേറ്റ് ലെങ്ത് കൺസിസ്റ്റൻസി. മത്സരശേഷം ലക്നൗ പരിശീലകൻ ജസ്റ്റിൻ ലാംഗർ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: ഉയരം, റിസ്ക് പൊസിഷൻ, വേഗം, ഇവയൊക്കെ കൊണ്ട് എതിരാളികൾക്ക് മേൽ വലിയ അപകടം വിതക്കാൻ മുഹ്സിനാകുന്നുണ്ട് എന്ന് ലാംഗർ കൂട്ടിച്ചേർത്തു. മുഹ്സിന്റെ മാച്ച് റീഡിങ്ങിനെ പലരും പ്രശംസിക്കുന്നുണ്ട്. പേസ് വേരിയേഷൻസ് കൊണ്ട് ഇന്നലെയും മുഹ്സിൻ എതിരാളികളെ കുഴക്കുന്നത് കണ്ടു. അത് അദ്ദേഹം മത്സരശേഷം എടുത്തു പറയുന്നുമുണ്ട്. പിച്ചിന്റെ കണ്ടീഷൻ റീഡ് ചെയ്ത് ഞാൻ ചില സമയങ്ങളിൽ സ്ലോവർ ബോളുകൾ എറിഞ്ഞു. അത് ഫലം കാണുകയും ചെയ്തു. 5 കട്ടറുകളാണ് കളിയിൽ ആകെ മുഹ്സിൻ എറിഞ്ഞത്. അതിൽ 2 എണ്ണത്തിൽ വിക്കറ്റുകൾ വീണു. ഈ സീസണിൽ 15 ഓവറോ അതിലധികമോ എറിഞ്ഞ ബോളർമാർക്കിടയിൽ ഏറ്റവും മികച്ച എക്കോണമി റേറ്റ് മുഹ്സിൻ്റെതാണ്. 6.37. 10.6 സ്ട്രൈക്ക് റേറ്റ്. 51 ഡോട്ട് ബോൾ പെർസെൻറ്റേജ്. എല്ലാ കണക്കുകളും മികച്ചവ. 2022 മുഹ്സിൻ IPL അരങ്ങേറ്റം കുറിക്കുന്നത്. 9 മത്സരങ്ങളിൽ നിന്ന് 14 വിക്കറ്റുകളാണ് പ്രഥമ സീസണിൽ താരം സ്വന്തമാക്കിയത്. 5.97 എക്കോണമി. പിന്നീട് പരിക്ക് വലച്ച കളിക്കാലങ്ങൾ. 2023 5 മത്സരങ്ങളിൽ നിന്ന് 3 വിക്കറ്റായിരുന്നു സമ്പാദ്യം. 2024 10 മത്സരങ്ങളിൽ നിന്ന് 10 വിക്കറ്റ്. പോയ സീസണിൽ പരിക്ക് മൂലം ഒറ്റ മത്സരം പോലും കളിക്കാനായിട്ടില്ല. ഈ സീസണിലും ആദ്യ മത്സരങ്ങൾ നഷ്ടമായത് പരിക്കിനെ തുടർന്നാണ്. ഫിറ്റ്നസ്സാണ് മുഹ്സിനെ പലപ്പോഴും വരച്ച വലിയ പ്രതിസന്ധി. ഓഫ് സീസണിൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്തെന്നും ഫിറ്റ്നസ് വീണ്ടെടുത്തു എന്നുമൊക്കെ ഇന്നലെ പറഞ്ഞു വെക്കുന്നുണ്ട് മുഹ്സിൻ. ലക്നൌവിനായി 5 വിക്കറ്റ് പ്രകടനം കാഴ്ചവെക്കുന്ന 3ാമത്തെ മാത്രം താരമാണ് മുഹ്സിൻ. ഏതായാലും ഭാവിയിൽ ഇന്ത്യയുടെ നീലക്കുപ്പായത്തിൽ മുഹ്സിനെ കാണാനാകുമെന്ന പ്രത്യാശയിലാണ് ആരാധകർ.